ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അറബി മാംഗോ ബ്രെഡ് പുഡിംഗ് ആണ്. അതിനായിട്ട് 3 പഴുത്ത മാങ്ങ എടുത്ത് നന്നായി കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇടുക. അതിലേക്ക് ആവശ്യത്തിന് മിൽക്ക് മേഡും ആവശ്യത്തിന് പാലും ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. പിന്നീട് നമുക്കൊരു പാത്രത്തിൽ നമ്മൾ ആവശ്യത്തിന് വിപ്പിംഗ് ക്രീം എടുക്കുക. അതിലേക്ക് മധുരത്തിനായി നമുക്ക് മിൽക്ക് മേഡ് ചേർക്കാവുന്നതാണ്. പിന്നീട് നമ്മൾ ആദ്യം അരച്ച് വെച്ച മാങ്ങയുടെ ആ മിക്സും ഒഴിച്ച് നന്നായി യോജിപ്പിക്കുക. നല്ലൊരു യെല്ലോ കളർ കിട്ടുന്നത് വരെ നമ്മളത് യോജിപ്പിച്ചു കൊണ്ടിരിക്കണം. ബ്രെഡിൻ്റെ ആദ്യത്തെ ലെയർ തയ്യാറാക്കാനായി നമ്മൾ കുറച്ച് ബ്രെഡ് എടുത്ത് അതിൻ്റെ സൈഡിലെ ലൈൻസ് എല്ലാം കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഏത് പാത്രത്തിലേക്കാണ് അറബി മാംഗോ ബ്രെഡ് പുഡിംഗ് ഉണ്ടാക്കേണ്ടത് ആ പാത്രത്തിൽ ബ്രെഡ് നീറ്റായിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ മുകളിൽ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച മാങ്ങയുടെ അരപ്പ് നന്നായി തേച്ച് കൊടുക്കുക. നന്നായി ബ്രെഡ് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ അത് യോജിപ്പിച്ച് കൊടുക്കുക. ശേഷം അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീമിൻ്റെ ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. രണ്ടാമത്തെ ലെയർ സെറ്റാക്കാൻ വേണ്ടി നമുക്ക് വീണ്ടും അതിൻ്റെ മുകളിൽ ബ്രെഡ് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാവുന്നതാണ്. പിന്നീട് നമുക്ക് ആ ഒരു മാംഗോയുടെ മിക്സ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നന്നായി കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ ഇത് ഒഴിച്ചു കൊടുക്കുക. അവസാനമായി നമുക്ക് ആ വിപ്പിംഗ് ക്രീമിൻ്റെ ആ ഒരു മിക്സും കൂടെ ചേർത്ത് നന്നായി കവർ ചെയ്യുക. ശേഷം നമ്മുടെ അറബി മാംഗോ ബ്രെഡ് പുഡിംഗ് ഇവിടെ തയ്യാറായിരിക്കുന്നു. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾ നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് ഒന്ന് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അറബി മാംഗോ ബ്രെഡ് പുഡിംഗ് ആണ്. അതിനായിട്ട് 3 പഴുത്ത മാങ്ങ എടുത്ത് നന്നായി കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇടുക. അതിലേക്ക് ആവശ്യത്തിന് മിൽക്ക് മേഡും ആവശ്യത്തിന് പാലും ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. പിന്നീട് നമുക്കൊരു പാത്രത്തിൽ നമ്മൾ ആവശ്യത്തിന് വിപ്പിംഗ് ക്രീം എടുക്കുക. അതിലേക്ക് മധുരത്തിനായി നമുക്ക് മിൽക്ക് മേഡ് ചേർക്കാവുന്നതാണ്. പിന്നീട് നമ്മൾ ആദ്യം അരച്ച് വെച്ച മാങ്ങയുടെ ആ മിക്സും ഒഴിച്ച് നന്നായി യോജിപ്പിക്കുക. നല്ലൊരു യെല്ലോ കളർ കിട്ടുന്നത് വരെ നമ്മളത് യോജിപ്പിച്ചു കൊണ്ടിരിക്കണം. ബ്രെഡിൻ്റെ ആദ്യത്തെ ലെയർ തയ്യാറാക്കാനായി നമ്മൾ കുറച്ച് ബ്രെഡ് എടുത്ത് അതിൻ്റെ സൈഡിലെ ലൈൻസ് എല്ലാം കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഏത് പാത്രത്തിലേക്കാണ് അറബി മാംഗോ ബ്രെഡ് പുഡിംഗ് ഉണ്ടാക്കേണ്ടത് ആ പാത്രത്തിൽ ബ്രെഡ് നീറ്റായിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ മുകളിൽ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച മാങ്ങയുടെ അരപ്പ് നന്നായി തേച്ച് കൊടുക്കുക. നന്നായി ബ്രെഡ് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ അത് യോജിപ്പിച്ച് കൊടുക്കുക. ശേഷം അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീമിൻ്റെ ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ്.